കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ മൃതദേഹം സംസ്കരിച്ചു. കുഞ്ഞനുജൻ സുജനാണ് ചേട്ടന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയത്. നാടും വീടും കൂട്ടുകാരുമായി ആയിരങ്ങളാണ് മിഥുന് യാത്രാമൊഴിയേകിയത്. മകന് അന്ത്യചുംബനം നൽകാൻ കുവൈറ്റിലേക്ക് ജോലിക്ക് പോയ അമ്മ സുജ തിരികെ എത്തിയിരുന്നു. അനാസ്ഥയുടെ ബലിയാടായി പിടഞ്ഞു മരിച്ച മകൻ മിഥുനെ അവസാനമായി കാണാൻ സുജയെത്തിയപ്പോൾ വൈകാരികമായ നിമിഷങ്ങളായിരുന്നു തേവലക്കരയിലെ വീട്ടിലെങ്ങും. മകനെ അന്നേ ദിവസം സ്കൂളിൽ കൊണ്ടാക്കിയ അച്ഛൻ മനുവിന് ഇപ്പോഴും സത്യം ഉൾക്കൊള്ളാനായിട്ടില്ല. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴാണ് മിഥുൻ ഷോക്കേറ്റ് മരിച്ചത്. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ശനിയാഴ്ച 10 മണിക്ക് ശേഷം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. 12-ന് വീട്ടിലെത്തിച്ചു. വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. കുട്ടിയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടക്കുന്നത്. ഇതിനിടെ മിഥുന്റെ മരണത്തിനിടയാക്കിയ വൈദ്യുതി ലൈനുകൾ KSEB നീക്കം ചെയ്തിരുന്നു. ഇന്നലെ ബാലാവകാശ കമ്മീഷൻ ചെയർമാന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലാണ് വൈദ്യുതി ലൈൻ നീക്കാൻ ധാരണയായത്.